ഇനി നമുക്ക് പോകേണ്ടത് സ്വർണ്ണക്കൊള്ളയിലേക്കാണ് കേട്ടോ. നിശ്ചയമായും ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയം കൂടിയാണ്. അതുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് എന്ത് സംഭവിക്കാൻ? സ്വർണ്ണക്കൊള്ള ഉയർത്തി തന്നെയാണ് കേട്ടോ UDFന്റെ ഒരു പ്രചാരണം അല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു അല്ലെ, UDF നേതാക്കളൊക്കെ സംസാരിച്ചപ്പോൾ അവർ ഉന്നയിക്കുന്നത് ആ വിഷയം അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് LDF രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൊണ്ടുവന്നത്. അതൊരു വിഷയമായി. പക്ഷേ എങ്കിൽ കൂടിയും ശബരിമല സ്വർണ്ണക്കൊള്ള അവിടെ സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. ശരി, എന്തായാലും ഇന്ന് തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലെ A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുകയാണ്. ജാമ്യം കിട്ടുമോ എന്ന് ഉറ്റുനോക്കുന്നു. A. പത്മകുമാർ മുൻ MLA ആണ്. കോൺഗ്രസ് CPMന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് A. പത്മകുമാറിനെ SIT കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തതൊക്കെ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായതാണ്. ഇന്നിപ്പോൾ പത്മകുമാറിന് ഒരു ജാമ്യം ലഭിച്ചാൽ അത് അദ്ദേഹത്തിനും പാർട്ടിക്കും ഒക്കെ ആശ്വാസകരമാകുന്നതാണ്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഒരു പങ്കുമില്ല. ബോർഡ് തീരുമാനം നടപ്പാക്കുക മാത്രമാണ് ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ താൻ ചെയ്തത് എന്നാണ് പത്മകുമാറിന്റെ വാദം. എന്തായാലും ഈ വാദങ്ങളൊക്കെ കോടതി പരിഗണിച്ച് ജാമ്യം നൽകുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. സിജോ ബി ജോൺ തിരുവനന്തപുരത്ത് അതിന് വിശദാംശങ്ങൾ നൽകും. സിജോ, ഗുഡ് മോർണിംഗ്. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പകൽ എത്ര കണ്ട് നിർണായകമാണ് സിജോ? പത്മകുമാർ പലതരം പ്രയാസങ്ങളും അസുഖങ്ങളും ഒക്കെ ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ കുറേ ദിവസമായി ജയിലിൽ കഴിയുന്നത്. ഒരു ജാമ്യം കിട്ടിയാൽ അദ്ദേഹത്തിന് ആശ്വാസമാണെന്ന് മാത്രമല്ല പാർട്ടിക്കും അത് വലിയ ആശ്വാസമാണ്. അപ്പോൾ ഇന്ന് എത്രമേൽ പ്രതീക്ഷയോടുകൂടിയാണ് കോടതിയിലേക്ക് പത്മകുമാർ ഉറ്റുനോക്കുന്നത്? ജാമ്യം കിട്ടാൻ തന്നെയാണോ സാധ്യത? എന്താണെന്ന് സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്? ജാമ്യം ലഭിക്കുക എന്നുള്ളത് അല്പം പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ട് വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം പോയിട്ടില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ ജാമ്യാപേക്ഷയുമായി സമീപിച്ചാൽ സ്വാഭാവികമായും പോലീസ് അതിനെ ശക്തമായി എതിർക്കാൻ തന്നെയാണ് തീരുമാനം. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് ജാമ്യാപേക്ഷ വരുന്നുള്ളത് കൊണ്ട് ഇന്ന് ഇനി തുടർ ദിവസങ്ങളിൽ വിശദമായ വാദം കേൾക്കും. അതിനുശേഷം പിന്നീടാകും ഇക്കാര്യത്തിലൊരു വിധിയൊക്കെ വരിക. അപ്പോൾ അതുകൊണ്ട് ഇന്നെന്തായാലും പത്മകുമാർ പുറത്തേക്ക് ഇറങ്ങത്തില്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പത്മകുമാർ പുറത്തേക്ക് വരാനുള്ള ഒരു സാധ്യത എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പത്മകുമാർ പുറത്തു വന്നിട്ട് CPMന്റെ ഇലക്ഷൻ മുന്നേ ഒന്ന് ആശ്വസിക്കുക എന്നുള്ളതൊന്നും പ്രതീക്ഷ നിലവിലെ സാഹചര്യത്തിൽ കാണുന്നില്ല. എന്തായാലും ജാമ്യം ലഭിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം പത്മകുമാർ പരിശോധിച്ച് നോക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഈ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ബോർഡ് എടുത്ത തീരുമാനമാണ്, ഒറ്റയ്ക്ക് താൻ എടുത്തിട്ടുള്ള ഒരു തീരുമാനമേ അല്ല എന്നാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ അന്നത്തെ ബോർഡിലുണ്ടായിരുന്ന 2 അംഗങ്ങളെ ശങ്കരദാസിനെയും വിജയകുമാറിനെയും അല്പം കുരുക്കുന്ന രീതിയിലുള്ള മൊഴിയും അതോടൊപ്പം തന്നെ ജാമ്യാപേക്ഷയിലെ വാദങ്ങളുമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. കാരണം താൻ ഒറ്റയ്ക്കല്ല, മറ്റുള്ളവർ കൂടി പറഞ്ഞിട്ടാണ്, അവരുടെ കൂടെ അറിവോട് കൂടിയാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ എന്തായാലും മറ്റ് 2 അംഗങ്ങൾ കൂടി അറസ്റ്റിലേക്ക് വരുമോ എന്നുള്ള ഒരു സംശയമാണ് അദ്ദേഹത്തിന്റെ ഈ ജാമ്യാപേക്ഷയിലും മൊഴിയിലൂടെയൊക്കെ നമുക്ക് സംശയം ബലപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നാളെയാണ് ശരിക്കും ഈ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ഈ അന്വേഷണ സംഘത്തിന്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കേണ്ട ദിവസവും നാളെ കൂടിയാണ്. കാരണം 3-ാം തീയതിക്കകം ഈ റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ അത്തരത്തിൽ ഒരു സമയം നീട്ടി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. സ്വാഭാവികമായി ഈ കേസിന്റെ ഒരു ഗതി പോകുന്ന കണ്ടിട്ട് നാളെയോടുകൂടി അന്തിമ റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഇടക്കാല റിപ്പോർട്ട് കൊടുത്ത് കൂടുതൽ സമയം തേടാൻ വേണ്ടിയുള്ള സാധ്യതയാണ് ഉണ്ടാവുക. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യത്തിൽ ഓരോ തവണ കേസ് വരുമ്പോഴത്തേക്കും ഈ കേസിലെ പ്രതികളുടെയും അതോടൊപ്പം തന്നെ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ, CPMന്റെ ആളുകളുടെ എല്ലാം ഇങ്ങനെ നെഞ്ചെടുപ്പ് കൂടി വരികയാണ്. കാരണം കോടതിയിൽ എത്തുമ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇനി ഉന്നതരുടെ പങ്കിനെ കുറിച്ച് നാളെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ അവർക്ക് ഇപ്പോൾ നമ്മൾ സംശയിക്കുന്ന അല്ലെങ്കിൽ പേര് പറയുന്ന പല ആളുകളുടെയും അവരുടെ പങ്ക് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് LDFനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാവും. പ്രത്യേകിച്ച് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ പ്രചരണം അതിന്റെ ഒരു അവസാന ലാപ്പിലേക്ക് അടുത്ത് നടക്കുമ്പോൾ.